മലയോര കാഴ്ചകളുടെ ഇന്നത്തെ എപ്പിസോഡ് ചൂൽ സിറ്റിയിൽ നിന്നാണ്. വൈവിധ്യമാർന്ന ചൂലുകളുടെ വിൽപ്പനയിലൂടെ പ്രശസ്തമായ ഒരു ഗ്രാമം കേരളത്തിലുണ്ട്. കോട്ടയം ജില്ലയിലെ പാലക്കടുത്ത നീലൂർ കണ്ടത്തിമാവ് ഇന്നറിയപ്പെടുന്നത് ചൂൽ സിറ്റി എന്ന അപരനാമത്തിലാണ്. മീനച്ചിൽ താലൂക്കിൽ കടനാട് പഞ്ചായത്തിൽ നീലൂർമുട്ടൻ റോഡിലെ കണ്ടത്തിമാവ് കവലയാണ് ചൂൽ വിൽപ്പനശാലകളുടെ എണ്ണം കൊണ്ട് പ്രശസ്തമായി തീർന്നത്. നേരത്തെ റേഷൻ കടയായിരുന്നു, റേഷൻ കട കൂടുതൽ പലചരക്കടയായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു പുതിയ സംരംഭമായിട്ട് ചൂലിൻ്റെ വെറൈറ്റികൾ തുടങ്ങി. കോവിഡ് കാലത്തിന് ശേഷമാണ് ചൂൽ സിറ്റി രൂപപ്പെടുന്നത്. ഇതിനോടകം 25 ഇനം വെറൈറ്റി ചൂലുകളാണ് വിപണികളിൽ എത്തിയത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 9 വരെ എല്ലാ ദിവസവും പ്രവർത്തനമുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന ഈർക്കിളി കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ചൂലുണ്ട്. പിന്നെ ചൂരല ഐറ്റങ്ങളുണ്ട്, അത് എറണാകുളം സൈഡിൽ നിന്ന് വരുന്നു. ഈർക്കിൽ ചൂൽ, പുൽച്ചൂൽ, മുളഞ്ചൂൽ, താഴെയോലച്ചൂൽ, ഓലച്ചൂൽ, അങ്ങനെ പോകുന്നു സിറ്റിയിലെ വെറൈറ്റി ചൂലുകളുടെ നിര. ആദ്യം തുടങ്ങിയത് ചെറിയ ഈ സാധാ ഈർക്കിളിയല്ല തുടങ്ങുന്നത്. അതിന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിന് ചിലവ് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ വെറൈറ്റികൾ മാറി കൊണ്ടുവന്നു. ഇവിടെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എണ്ണപ്പനയുടെ ഈർക്കിലി കൊണ്ടുണ്ടാക്കിയ ചൂലുകളാണ് കൂടുതലായിട്ട് വിറ്റ് പോകുന്നത്. എന്തോരം വളച്ചെന്നാൽ ഇത് വടിഞ്ഞു പോകുന്നു. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നല്ല ലാസ്റ്റിംഗ് ഉണ്ട്, 1 വർഷം 1.5 വർഷം വരെ ഉപയോഗിച്ചു പോകുന്നുണ്ട്. മത്സര കച്ചവടമാണെങ്കിലും താരതമ്യേന വിലക്കുറവോടെയാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. നേരത്തെ ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടത്തിമാവെന്നായിരുന്നു. കണ്ടത്തിമാവെന്നുള്ള പേര് ചൂലിൻ്റെ വ്യാപാരം വിപുലിച്ചതോടുകൂടി എല്ലാവരും ചൂൽ സിറ്റി എന്നാക്കി. അതുപോലെ തന്നെ ബാമ്പു ഇനങ്ങൾ, എത്തിപ്പെട്ട മുറവുണ്ട്, കൊട്ടകളുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു ദിവസം 100-ലധികം ചൂലുകൾ ചില്ലറയായിട്ട് തന്നെ വിറ്റ് പോകുന്നുണ്ട്. 70 രൂപ തൊട്ട് വെറൈറ്റികൾ ഉണ്ട്. അത് 70 മുതൽ 100, 120, 150 ഇങ്ങനെ പല ഐറ്റങ്ങളായിട്ട് ചൂലുകൾ പോകും. പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് നീലൂരിലെത്തിയാൽ അവിടെ നിന്നും 1 കിലോമീറ്റർ മതി ചൂൽ സിറ്റിയിലേക്ക്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ ഒന്നും കിട്ടിയല്ല. ഇത് ആവശ്യക്കാർ ഇഷ്ടം പോലെയുണ്ട്. നടുവേദനയുള്ളവർക്കൊക്കെ നിലത്തിട്ട് കിടന്നാനും ഒക്കെ നല്ല സാധനമാണ്. ഇതിങ്ങ് പോയാൽ അങ്ങോട്ട് എറണാകുളം, തിരുവനന്തപുരം, പിന്നെ വേണ്ട പത്തനംതിട്ട, അതിന് വേണ്ട എല്ലാ സ്ഥലത്തു നിന്നും പോകുന്ന ഈ ഇടുക്കിക്ക് പോയിട്ട് വരുന്നവരൊക്കെ നിർത്തി മേടിച്ചിട്ടേ പോകുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ ദിവസവും ഒരു കടയിൽ ശരാശരി 10,000 രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. ഞങ്ങൾ പാലായിൽ നിന്ന് വരുവാണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചൂല് സിറ്റി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഏകദേശം അറിയാം ഇങ്ങനെ നീലൂര് ഭാഗത്തുണ്ടെന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പം ഇത് നല്ല ചൂലിൻ്റെ നല്ലൊരു സിറ്റി തന്നെയാണ്. തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് അസംസ്കൃത വസ്തുക്കൾ എത്തുന്നത്. നാടൻ ചൂലിനുള്ള ഈർക്കിൾ ആലപ്പുഴയിൽ നിന്നും, മൂവാറ്റുപുഴയിലാണ് ചൂൽ നിർമ്മാണം നടക്കുന്നത്. ഇത് പണ്ടുണ്ടായിരുന്ന ചെറിയ മുറ വീട് തീർപ്പുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ ഇതിന് പല ഉപയോഗങ്ങൾ വന്ന് ഇപ്പം ചേട്ടത്തിമാരി കൊണ്ടുപോയി കൂട്ടാനരിയാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപകരിക്കുന്നുണ്ട്. ഇത് പണ്ടത്തെ കോറുകൊട്ട, വാലംകൊട്ട എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് ഇന്നുള്ള തലമുറയ്ക്ക് അങ്ങനെ അറിയത്തില്ല, പണ്ടുള്ളവർക്ക് അറിയത്തുള്ളൂ. ഇത് നെല്ല് കോരിയിടുന്നതിന് വേണ്ടിയിട്ടും പറ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചൂരൽ നല്ല കട്ടിയായിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് അതിൻ്റെ പക്കമൊക്കെ എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം മെടയുന്ന പോലെ മെടഞ്ഞ് സ്പെഷ്യലായിട്ടുണ്ടാക്കിയിരിക്കുന്ന കൊട്ടയത്. ഇതൊക്കെ ആൾക്കാർ ധാരാളം വാങ്ങിച്ചിട്ടുമുണ്ട്. തുടക്കത്തിൽ കുടിലമറ്റത്തിൽ തങ്കച്ചന്റെയും മുണ്ടാട്ട് ജിസ്മോന്റെയും ആശയത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് വ്യത്യസ്തമായ ഈ ചൂൽ കച്ചവടം. അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായി കാണാം.